പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. യേശുക്രിസ്തു നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, വാക്ക് തരുന്നു, ആശ്വസിപ്പിക്കുന്നു, ബലപ്പെടുത്തുന്നു, സുഖപ്പെടുത്തുന്നു, വാഗ്ദത്തം തരുന്നു, ഉപദേശം തരുന്നു. കാരണം യേശുവിന് നിങ്ങളോട് പ്രിയവും സ്നേഹവുമുണ്ട്. കണ്ടോ, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് സ്വീഡൻ എന്ന നാട്ടിലെ ഒരു ഭാഗമാണ്. ഇവിടെയുള്ള ഒരു പ്രകൃതി ഭംഗിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ കടന്നു വന്ന പാത, അതിനെക്കുറിച്ച് ഒരു ഭക്തൻ പറയുന്നത് കേൾക്കാം. സങ്കീർത്തനം 66, 12-ാം വാക്യത്തിൽ, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തീയിലൂടെയും വെള്ളത്തിലൂടെയും നടന്നു വന്നു. തീ, ഇതൊരു പരീക്ഷയെയും ആപത്തിനെയും കുറിച്ചുള്ളതാണ്. തീ, അഗ്നി ഒരു മനുഷ്യന് എന്താ പറയുക? തീ പിടിച്ചാൽ അവനെ കത്തിച്ച് ചാമ്പലാക്കും, നശിപ്പിച്ചു കളയും അത്. പക്ഷേ അത് കടന്നു വന്നു, ഒന്നും സംഭവിച്ചില്ല. വെള്ളത്തിലൂടെ കടന്നു വന്നു, കടലിലൂടെ നടന്നു വന്നു, ആറ്റിലെ വെള്ളത്തിലൂടെ കടന്നു വന്നു. യാതൊരു നാശവും സംഭവിച്ചില്ല. അതെല്ലാം കടക്കാനായി കർത്താവ് സഹായിച്ചു. കടന്നു വന്ന ശേഷം സമൃദ്ധിയിലെത്തിയിരിക്കുന്നു. തീയിലൂടെ നടക്കുന്നു ബ്രദർ, വെള്ളത്തിലൂടെ നടക്കുന്നു ബ്രദർ. ഇതെല്ലാം ഒരു ഉപദ്രവവും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളുമാണെന്ന് വിചാരിക്കുകയാണോ? കടന്നുവരാൻ യേശു സഹായിച്ചിട്ടില്ലേ? തിരിഞ്ഞു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം കഷ്ടപ്പാടും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും കടന്നുവന്നു. അത് നിങ്ങളെ നശിപ്പിച്ചോ അഥവാ തടഞ്ഞുവെച്ചോ? നിങ്ങളെ പ്രവർത്തനരഹിതമാക്കി മാറ്റിയോ? ഇല്ല അല്ലേ? കടന്നു വന്നിരിക്കുന്നു. കാരണം ദൈവം കൂടെയുണ്ട്. ഇതിനുശേഷം എന്താണുണ്ടാവുക? സമൃദ്ധിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പങ്കുണ്ടാവും. ഇനിയാണ് സമൃദ്ധി കാണാൻ പോകുന്നത്. നിങ്ങൾ തീയും വെള്ളവും കടന്നു വന്നാൽ അതിനുശേഷം എത്തുന്നത് കനാൻ ദേശത്താണ്, സമൃദ്ധിയുള്ള ഒരു നാട്. അതേപോലെ ദൈവം പറയുന്നു, നിങ്ങൾ തീയും വെള്ളവും കടന്നു വന്നിരിക്കുന്നു. കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നു, ഞാൻ കൂടെയിരുന്ന് നടത്തിക്കൊണ്ടു വന്നിരിക്കുന്നു. നിന്നെ സദാകാലം തീയിൽ നിർത്തുകയില്ല, സദാ കടലിലെ വെള്ളത്തിൽ നിൽക്കാൻ അനുവദിക്കുകയില്ല. അത് കടന്നു പോകുന്ന വഴിയാണ് സമൃദ്ധിയുടെ നാളുകൾ. അതാണ് നിങ്ങൾക്കായി വെച്ചിരിക്കുന്ന അനുഗ്രഹം. ഇനി നിങ്ങളുടെ ജീവിതം സമൃദ്ധിയുള്ളതാവും, നന്മ കൊണ്ട് സമൃദ്ധമാകും. എത്ര വലിയ സന്തോഷമല്ലേ? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കൂ. കർത്താവേ, തീയിലൂടെ കടത്തിക്കൊണ്ടുവന്നതിന് സ്തോത്രം, വെള്ളത്തിലൂടെ കടത്തിക്കൊണ്ടുവന്നതിന് സ്തോത്രം. എനിക്ക് സമൃദ്ധിയുടെ ദിവസങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയൂ. അത്ഭുതകരമായ ഒരു മാറ്റം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണും. പറയൂ, ദൈവമേ, ഞങ്ങൾ തീയിലൂടെ കടന്നിരിക്കുന്നു, വെള്ളത്തിലൂടെ കടന്നിരിക്കുന്നു. അങ്ങ് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചു. സമൃദ്ധിയുള്ള നാളുകളെ കാണാൻ സഹായിച്ചിരിക്കുന്നു. ഇനി സമൃദ്ധിയെയും നന്മയെയും അനുഗ്രഹത്തെയും കാണാൻ പോകുന്നു. ഇന്ന് തന്നെ ഞാനത് കാണാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ